ചളവറയ്ക്ക് പൊന്നിൻ നിറകാന്തിയേകി സൂര്യകാന്തി പൂക്കളുടെ വസന്തം. കടുത്ത വേനലിലും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാവുകയാണ് ചന്തം ചൊരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ. നിരവധി പേരാണ് ഈ സൂര്യകാന്തിപ്പാടം കാണാൻ ഇപ്പോൾ ചളവറയിൽ എത്തുന്നത്. നെല്ലറയായ ചളവറയ്ക്ക് പൊന്നഴകുമായാണ് സൂര്യകാന്തി പൂക്കൾ വസന്തം ചൊരിയുന്നത്. കടുത്ത വേനലിലും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാവുകയാണ് ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് പൊൻപ്രഭയേകി നിൽക്കുന്ന ഈ സൂര്യകാന്തി പൂക്കൾ. ായ സെയ്ദാലി മുസ്ലിയാരാണ് ചളവറയിൽ സൂര്യകാന്തിയുടെ വസന്തം വിരിയിച്ചിട്ടുള്ളത്. മൃദുവായ കാറ്റിനൊപ്പം നൃത്തം ചെയ്യുന്ന ഈ സൂര്യകാന്തികൾ ചളവറയുടെ ഗ്രാമഭംഗിയെ കൂടുതൽ വർണ്ണമനോഹരമാക്കുന്നു. ാണ് സെയ്ദാലി 1.5 ഏക്കർ വരുന്ന ഈ സ്ഥലം വാങ്ങിയത്. പാറ നിറഞ്ഞ തരിശുഭൂമി നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് പൊന്നു വിളയുന്ന ഭൂമിയാക്കി മാറ്റിയത്. പാറയിടിച്ചു പൊളിച്ച് 480 ലോഡ് മണ്ണ് നിറച്ചു. സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് വീടും ബാക്കി ഭാഗത്ത് കൃഷിയൊരുക്കുകയും ചെയ്തു. തുടക്കത്തിൽ നെല്ല്, വാഴ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഒരു മാറ്റം എന്ന നിലയിലാണ് കേരളത്തിലധികം കണ്ടുവരാത്ത സൂര്യകാന്തി കൃഷി ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സെയ്ദാലി പറഞ്ഞു. നമ്മളിവിടെ ഉണ്ടാക്കിയാൽ ഉണ്ടാകണല്ലോ, ഭൂമിയിൽ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ ഉണ്ടാകണല്ലോ, കഠിനാധ്വാനം ചെയ്തിട്ടെ. അപ്പൊ ഇത് മറ്റു ഭാഗത്തുണ്ടാകുന്ന നമ്മളെ കേരളത്തിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് വശമായി കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതിന് കഠിനാധ്വാനം ചെയ്തിട്ട് ഇതിനെ പരിവർത്തനം വരുത്തുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഇത് കിട്ടുക. അപ്പൊ സൂര്യകാന്തി എന്നുള്ള ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചെപ്പ് മല്ലിയാണ്, അജണ്ട് മല്ലി, അതിനോടാണ് ഇപ്പൊ താല്പര്യം വരുന്നത്. ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് അതിലേക്കാണ്. കാരണം നമ്മളിതിൽ നിന്നിട്ട് ഇത് എങ്ങനെ ഉണ്ട്, അപ്പൊ ഇതേമാതിരി നിങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും അന്വേഷണവും കാര്യങ്ങളും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി നിൽക്കാറ്, ഇത് പുരോഗമിപ്പിക്കാനും ഇതിനോടനുബന്ധിച്ചുള്ള വേറെ വല്ലതും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അത് ഉണ്ടാക്കാനും ഇതിനൊക്കെയാണ് നമ്മൾ ലക്ഷ്യമായി വന്നത്. 1.5 ഏക്കറയിലാണ് ഇപ്പൊ ഉള്ളത്. ഒരു ഭാഗം അവിടെ വിത്താക്കി മാറ്റിയിട്ടുണ്ട്, ഒരു ഭാഗങ്ങളെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇരിക്കട്ടൊക്കെ ഉണ്ട്. ഇനി ആ ഭാഗങ്ങളുണ്ട്. എനിക്ക് ഇവിടെ ഒരു 3 ഏക്കർ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വേറുള്ള ഭാഗം കൂടി ഞാൻ പൂക്കളും മറ്റുള്ളതൊക്കെ ഉണ്ടാക്കാം എന്നൊരു തോന്നാണ്. ആ ഒരു 10-20 ദിവസം വരെ നമുക്ക് വലിയ കിട്ടൽ കിട്ടി, അത്രേ കിട്ടുള്ളൂ. ഈ 20 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടാവുന്ന അനുഭവങ്ങൾ അതിൽ നിന്ന് കിട്ടും. സെയ്ദാലിക്കൊപ്പം സൂര്യകാന്തി കൃഷിയുടെ സംരക്ഷണത്തിനായി കുടുംബവും അയൽപ്പക്കക്കാരും സുഹൃത്തുക്കളും കൂടെയുണ്ട്. 4 മാസമാണ് സൂര്യകാന്തി കൃഷിക്കായി ചിലവഴിച്ചത്. 15 ദിവസമാണ് സൂര്യകാന്തി പൂക്കളുടെ സമയം. വ്യാഴാഴ്ച മുതലാണ് കാഴ്ചക്കാർക്കായി സൂര്യകാന്തി പാടം തുറന്നു നൽകിയത്. നിരവധി പേരാണ് ഇപ്പോൾ ഈ കാഴ്ച കാണാൻ ഇവിടെ എത്തുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങള് ഒരു വീഡിയോ വഴി അറിഞ്ഞതാണ്. പഞ്ചായത്ത് ഗ്രൂപ്പിൽ വന്ന്, ഞങ്ങൾ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പൊ പഞ്ചായത്ത് ഗ്രൂപ്പിൽ വന്ന് അങ്ങനെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ വന്നതാണ്.
കൊള്ളാം, നല്ല അടിപൊളിയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഓ, വെർത്താണ്, വെറുതാണ്. ആ, അതെ, ഉണ്ട്. അല്ല എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് പക്ഷെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് കാണാനൊക്കെ? കാണാനൊക്കെ കുഴപ്പമില്ല. കുഴപ്പമില്ല. സൂര്യകാന്തി വിത്തുകളും ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള എണ്ണയുണ്ടാക്കുക എന്നത് മാത്രമാണ് കൃഷി കൊണ്ട് സെയ്ദാലി മുസ്ലിയാർ ലക്ഷ്യം വെക്കുന്നത്. അടുത്തതായി ചെണ്ടുമല്ലി കൃഷി ചെയ്യാനും സെയ്ദാലി മുസ്ലിയാർക്ക് പ്ലാനുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപ്പളശ്ശേരി. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.